ശിവ ശിവ നമ ശിവായ നമോ നമ ഹര മഹാദേവ. ആ മോളെ, ഭക്ഷണമൊക്കെ ആയോ? മത്തി വാങ്ങിയിട്ടുണ്ടാവും അല്ലേ? ആ കുഴപ്പമില്ല. ഇന്ന് ശാന്തേശ്വരം വീട്ടിലെ ഒത്തിരി വേല കൂടുതലായിരുന്നു. ആ മഹാദേവന്റെ വീട്ടിലെ അതിന് പശുവിന് കെട്ടയച്ച് വിട്ടു. അതിനെ പിടിക്കാൻ പോയി, ലേറ്റായിപ്പോയി. ശങ്കരനെ കണ്ടു ഞാൻ. ശങ്കരൻ പറഞ്ഞു, മോൾക്ക് അച്ഛനെ വലിയ ഇഷ്ടമാണല്ലേ? മോള് പറഞ്ഞു എന്ന് പറഞ്ഞു. അതെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് കഷ്ടപ്പാടും ദുരിതമൊക്കെ അച്ഛനുണ്ടായിരുന്നില്ലേ അല്ലേ? അതിനുള്ളില് അച്ഛൻ ഇത്തിരി ചെറിയ ചെറിയ എന്താ പറയാ, ഒരു കുടുംബത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛന്. ഒത്തിരി വീട്ടിലൊക്കെ പ്രശ്നങ്ങളും അങ്ങനെ വീട് നോക്കാത്ത അവസ്ഥയിലുണ്ടായ സമയത്ത് ഈ പറഞ്ഞ നാട്ടുകാരൊക്കെ വേറെ പറഞ്ഞുകൊണ്ടിരുന്നു. അതെന്താണെന്ന് അറിയില്ല. ആ സമയത്ത് അച്ഛൻ കുറച്ച് കുടിക്കുന്നതും സ്മോക്കിങ്ങും ഒക്കെ ആയിട്ട് ഇച്ചിരി വിഷമങ്ങൾ. അപ്പം ആ സമയത്തൊക്കെ എൻ്റെ പോക്കറ്റിൽ നിന്ന് പണമൊക്കെ പോകുമായിരുന്നു. പണം പോകുന്ന സമയത്ത് അച്ഛൻ ഒത്തിരി വിഷമമാവും, സങ്കടവും. രാവിലെ പോകുമ്പോഴേക്ക് വല്ല ചായയോ വല്ല കുടിക്കുമ്പോഴേ പോക്കറ്റിൽ കാശ് കാണത്തില്ല. ഞാൻ തരിയും ഒന്നും കാണില്ല, എല്ലാം അമ്മ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഒത്തിരി എവിടെയൊക്കെയോ എടുത്തു വെച്ച് അവസാനം എനിക്ക് തരില്ല. പറയുമ്പോൾ ചോദിക്കും, പറയും നിങ്ങൾ വല്ലവർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും, വല്ലവർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെയാണ് പറയുക. ഒരുപാട് മോശമായ അവസ്ഥയാണ്. ഒരുപാട് അവസ്ഥ മോശമാണ്. പൈസയൊക്കെ എടുക്കും. ഭക്ഷണമോ, ഞാൻ ഭക്ഷണം കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യ ഭക്ഷണം കാണില്ല, അമ്മക്ക് കൊണ്ടുകൊടുക്കും, ആ ഭക്ഷണം കാണില്ല. ഇതെവിടെ പോയി ചോദിക്കും. ആ ചോദിപ്പോൾ കഴിയും, മക്കൾ കഴിച്ചിട്ടില്ല, അവക്ക് കൊടുത്തു എന്ന് പറയും. നീ കഴിച്ചോ? ഞാൻ വെള്ളം കുടിച്ചു എന്ന് പറയും. അവസാനം അച്ഛനൊരു ശകലം വീണു. നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുക തന്നെ വളരെ കഷ്ടമാണ് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ചെറുതായിട്ട് വീണെന്ന് ഞാൻ ധരിച്ചു. പക്ഷെ വീഴ്ച വലുതായിരുന്നു, വളരെ വളരെ വലുതായിരുന്നു. ഒരു വശം തളർന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കിഡ്നിക്കും ഒക്കെ കംപ്ലൈൻ്റ് ആയി. പൈസയില്ല കയ്യിൽ. അച്ഛനെല്ലാം കുടിച്ചും പഠിച്ചും ഒക്കെ തീർത്തില്ലേ? പക്ഷെ ആ സമയത്ത് ഒരാൾ വന്നു, കയ്യിൽ പൈസ എടുത്തിട്ട്, ചേട്ടാ ഇത് വെച്ചോ. എവിടുന്നാ നിനക്ക് പൈസ? ഇത് ചേട്ടൻ തന്നെ തന്ന പൈസയാണ്, ചേട്ടൻ്റെ അടുത്ത് ഞാൻ എടുത്ത പൈസയാണ്. ആ സമയത്ത് അവൾ തന്ന പൈസ എൻ്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണെന്ന് മോക്ക് പറയാൻ ഈ അച്ഛൻ തന്നെ ഉണ്ടായിരുന്നു വരില്ല. നിന്റെ അമ്മയായിരുന്നു എനിക്ക് ആ പൈസ കൊണ്ടു തന്നത്, പൈസ ശേഖരിച്ചു വെച്ചത്. നമ്മളറിയാതെ ഒത്തിരി അവൾ ചെയ്തു, വിഷമിച്ചു, കഷ്ടപ്പെട്ടു. പക്ഷെ അതൊന്നും ഓർക്കാനും അവരുടെ മനസ്സിന് സ്വാതന്ത്ര്യം പറയാനൊന്നും എനക്കും നിനക്കും പറ്റിയിട്ടില്ല. ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. അവളെ മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി വൈകി, ഇത്തിരി കഷ്ടപ്പെടണം. നേരായി ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മളൊന്നും ശ്രമിക്കൂലല്ലോ. ശ്രമിക്കണം മോളായാലും ഞാൻ. ശംഭോ.